UAE നടക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് വയനാട് സ്വദേശി സജന സജീവൻ. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ലക്ഷ്യമെന്നും സജന പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശി ആശാ ശോഭനയാണ് 15-അംഗ സ്ക്വാഡിൽ ഇടം നേടിയ മറ്റൊരു മലയാളി. വളരെയധികം സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനമുണ്ട്. ക്രിക്കറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഇന്ത്യൻ ടീമിൽ ഭാഗമായതിനു ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മറുപടിയായിരുന്നത് വേൾഡ് കപ്പ് ടീമിന് വേണ്ടി കളിക്കുക, ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതിന് പുറകിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു. ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. മാച്ചസ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർ ക്യാമ്പുകളും കാര്യങ്ങളൊന്നും ഫിക്സ്ഡ് ആയിട്ടില്ല. അത് അറിയിക്കും ഉടനെ. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഷഫാലി വർമ്മയ്ക്കൊപ്പം സ്മൃതിയായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന യസ്തിക ഭാട്ടിയ, ശ്രേയങ്ക പാട്ടീൽ എന്നിവർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് പ്ലേയിങ് 11-ൽ സെലക്ഷൻ ലഭിക്കുക. 3 ട്രാവലിംഗ് റിസർവുകളെയും 2 നോൺ ട്രാവലിംഗ് റിസർവുകളെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി കാരണം ദുബായിലേക്കും ഷാർജയിലേക്കും വേദി മാറ്റിയ വനിതാ T20 ലോകകപ്പിന് ഒക്ടോബർ 3-നാണ് തുടക്കമാവുക. ടൂർണമെന്റിൽ ആകെ 23 മത്സരങ്ങളാണ് ഉണ്ടാവുക. ഗ്രൂപ്പുകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെയായിരിക്കും. നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്ക് പുറമെ ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. ബി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, സ്കോട്ട്ലൻഡ് ടീമുകൾ ഇടം പിടിച്ചു. ഒക്ടോബർ 6-ന് ദുബായിൽ ആവേശകരമായ ഇന്ത്യ പാക് പോരാട്ടം നടക്കും. ഗ്രൂപ്പിലെ ഓരോ ടീമും പരസ്പരം മത്സരിക്കും. ഇങ്ങനെ 4 മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമിനുണ്ടാകുക. 2 ഗ്രൂപ്പിലും ആദ്യ 2 സ്ഥാനത്തെത്തുന്ന 2 ടീമുകൾ വീതം ഒക്ടോബർ 17-നും 18-നും നടക്കുന്ന സെമിയിലേക്ക് മുന്നേറും. 20-ന് ദുബായിലാണ് ഫൈനൽ. സെമി ഫൈനലിലും ഫൈനലിലും റിസർവ് ദിനമുണ്ടായിരിക്കും.